പാലക്കാട് ടോപ്പ് ട്യൂഷന്റെ 9ാം സ്റ്റാൻഡേർഡിലെ ബയോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ശരീരം എങ്ങനെയാണ് ഭക്ഷണം ദഹിപ്പിക്കുന്നതെന്നും ന്യൂട്രിയൻസ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്നും നമുക്ക് ഈ ബയോളജി ലെസണിലൂടെ പഠിക്കാം. സ്കൂളിൽ നൽകുന്ന ഉച്ചഭക്ഷണത്തിൽ ആരോഗ്യകരമായ ഭക്ഷണസാധനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് നല്ല ആരോഗ്യവും കരുത്തുമുണ്ടാകാൻ നിങ്ങളുടെ ദൈനംദിന ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, മിനറൽസ്, വിറ്റമിൻസ് തുടങ്ങിയ പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് അടങ്ങിയിരിക്കണം. കൂടാതെ ഫൈബറും ശുദ്ധമായ വെള്ളവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും കൃത്യമായ അളവിൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമ്മൾ ഒരു ഫുഡ് പ്ലേറ്റ് എന്ന ആശയം ഉപയോഗിക്കുന്നു. ഒരു പെർഫെക്റ്റ് ഫുഡ് പ്ലേറ്റിന്റെ പകുതി ഭാഗവും ഫ്രഷായ പഴങ്ങളും പച്ചക്കറികളും ആയിരിക്കണം. ബാക്കി പകുതിയിൽ 1/4 ഭാഗം ധാന്യങ്ങളും 1/4 ഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവുമായിരിക്കണം. നിങ്ങളുടെ ഈ ഹെൽത്തി ഫുഡ് പ്ലേറ്റ് പൂർണ്ണമാകാൻ 1 ഗ്ലാസ് പാൽ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നത്തെ കുട്ടികൾക്കിടയിൽ അനാരോഗ്യകരമായ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് വളരെ കൂടുതലാണ്. ഈ ജങ്ക് ഫുഡ്സിൽ കലോറി വളരെ കൂടുതലാണെങ്കിലും ശരീരത്തിനാവശ്യമായ യാതൊരു ന്യൂട്രിയൻസും അതിലില്ല. അമിതമായി ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് പോഷകാഹാരക്കുറവിലും മറ്റു ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. കുട്ടികൾക്കിടയിലുള്ള മറ്റൊരു മോശം ശീലം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുക എന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നത് കാരണം ക്ഷീണം, മയക്കം, ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരിക്കുക, ഓർമ്മക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പുറത്തുള്ള പരിസ്ഥിതിയിൽ നിന്നും ജീവികൾ ഭക്ഷണം സ്വീകരിച്ച് അത് എനർജിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അത്ഭുത പ്രക്രിയയെയാണ് ന്യൂട്രീഷൻ എന്ന് വിളിക്കുന്നത്. ചെറിയ ജീവികളിൽ നിന്ന് വലിയ ജീവികളിലേക്ക് വരുന്തോറും ഈ പ്രക്രിയ വളരെ കോംപ്ലക്സായി മാറുന്നു. അമീബ എന്നറിയപ്പെടുന്ന ഒരു കോശം മാത്രമുള്ള ചെറിയ ജീവിയെ നമുക്കൊന്ന് നോക്കാം. സ്യൂഡോപോഡിയ എന്നറിയപ്പെടുന്ന ഫാൾസ് ഫീറ്റ് ഉപയോഗിച്ച് അമീബ ഭക്ഷണത്തെ നേരിട്ട് കോശത്തിനുള്ളിലേക്ക് വിഴുങ്ങുന്നു. അമീബയ്ക്കുള്ളിൽ ഫുഡ് വാക്യൂൾ എന്ന ചെറിയ അറയ്ക്കുള്ളിൽ വെച്ച് എൻസൈംസ് ഈ ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നു. ഈ ദഹനപ്രക്രിയ പൂർണ്ണമായും കോശത്തിനുള്ളിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് ഇതിനെ ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ എന്ന് വിളിക്കുന്നു. ഇനി അല്പം കൂടി കോംപ്ലക്സായ ഒന്നിലധികം കോശങ്ങളുള്ള ഹൈഡ്ര എന്ന ജീവിയെ നമുക്കൊന്ന് നോക്കാം. ഹൈഡ്ര ആദ്യം അതിന്റെ നീളമുള്ള ടെന്റക്കിൾസ് ഉപയോഗിച്ച് ഇരയെ മരവിപ്പിക്കുകയും ഭക്ഷണത്തെ വായിലേക്ക് വലിച്ചിടുകയും ചെയ്യുന്നു. ഭക്ഷണം ഒരു ബോഡി ക്യാവിറ്റിയിലേക്ക് പോകുകയും അവിടെയുള്ള പ്രത്യേക കോശങ്ങൾ എൻസൈംസ് ഉൽപ്പാദിപ്പിച്ച് ദഹനം തുടങ്ങുകയും ചെയ്യുന്നു. ഈ ആദ്യത്തെ ഘട്ടം കോശങ്ങൾക്ക് പുറത്തുള്ള ഒരു ക്യാവിറ്റിയിൽ വെച്ച് നടക്കുന്നതുകൊണ്ട് ഇതിനെ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് വിളിക്കുന്നു. അതിനുശേഷം പകുതി ദഹിച്ച ഭക്ഷണം കോശങ്ങളിലേക്ക് പ്രവേശിക്കുകയും ഫുഡ് വാക്യൂളുകളിൽ വെച്ച് പൂർണ്ണമായും ദഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ എല്ലാ പോഷക ആവശ്യങ്ങളും നിറവേറ്റാൻ മനുഷ്യരിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ കോംപ്ലക്സ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നാം കഴിക്കുന്ന കോംപ്ലക്സ് ആയ ഭക്ഷണത്തെ നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാൻ കഴിയുന്ന സിമ്പിൾ രൂപങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഡൈജഷൻ. മനുഷ്യരിലെ ദഹനം പ്രധാനമായും 2 രീതിയിലാണ് നടക്കുന്നത്: മെക്കാനിക്കൽ ഡൈജഷനും കെമിക്കൽ ഡൈജഷനും. മെക്കാനിക്കൽ ഡൈജഷൻ ഭക്ഷണത്തെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുന്നു. നിങ്ങൾ പല്ലുപയോഗിച്ച് ഭക്ഷണം ചവയ്ക്കുമ്പോഴും നിങ്ങളുടെ ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികൾ ശക്തമായി ചുരുങ്ങുമ്പോഴുമാണ് ഇത് സംഭവിക്കുന്നത്. കെമിക്കൽ ഡൈജഷൻ എന്നാൽ എൻസൈംസ് അടങ്ങിയ പ്രത്യേക ദഹനരസങ്ങൾ ഉപയോഗിച്ച് കോംപ്ലക്സ് ആയ ന്യൂട്രിയൻസിനെ സിമ്പിളാക്കുന്നതാണ്. പശുക്കൾ വിശ്രമിക്കുമ്പോൾ പോലും എന്തിനാണ് എപ്പോഴും ഭക്ഷണം ചവച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പശുക്കളുടെ ആമാശയത്തിൽ റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അബോമാസം എന്നിങ്ങനെ 4 പ്രത്യേക അറകളുണ്ട്. റൂമനിലും റെറ്റിക്കുലത്തിലും താമസിക്കുന്ന ചെറിയ സൂക്ഷ്മജീവികൾ എൻസൈംസ് ഉൽപ്പാദിപ്പിച്ച് സെല്ലുലോസ് പോലുള്ള കട്ടിയുള്ള സസ്യഭാഗങ്ങളെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നു. പശു ഭക്ഷണത്തെ താൽക്കാലികമായി റൂമനിൽ സൂക്ഷിക്കുകയും പിന്നീടത് തിരികെ വായിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചവയ്ക്കുകയും ചെയ്യുന്നു. ഇത് ദഹനം കൂടുതൽ എളുപ്പമാക്കുന്നു. മനുഷ്യരിൽ ദഹനം ആരംഭിക്കുന്നത് വായിൽ നിന്ന് തന്നെയാണ്. നിങ്ങളുടെ പല്ലുകൾ ഭക്ഷണത്തെ കടിച്ചു മുറിക്കുകയും നാവ് ഉമിനീരുമായി ചേർത്ത് അത് നന്നായി മിക്സ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ വിവിധ പല്ലുകൾ പുറമേ കാണാൻ വ്യത്യസ്തമാണെങ്കിലും അവയുടെ ഇന്റേണൽ സ്ട്രക്ചർ ഏതാണ്ട് സമാനമാണ്. നിങ്ങളുടെ പല്ലിന്റെ പുറമേയുള്ള കവറിങ്ങിനെ ഇനാമൽ എന്ന് വിളിക്കുന്നു.
ഇത് ജീവനില്ലാത്ത ഒരു വസ്തുവും മനുഷ്യശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗവുമാണ്. ഇനാമലിന് തൊട്ടു താഴെയുള്ള ഭാഗമാണ് ഡെന്റിൻ. പല്ലിന്റെ പ്രധാന ഭാഗം നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള ടിഷ്യുവാണിത്. പല്ലിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗത്തെ പൾപ്പ് ക്യാവിറ്റി എന്ന് വിളിക്കുന്നു. ഇതിൽ മൃദുവായ കണക്റ്റഡ് ടിഷ്യൂ അടങ്ങിയിരിക്കുന്നു. ഈ മൃദുവായ പൾപ്പിനുള്ളിലാണ് പ്രധാനപ്പെട്ട ബ്ലഡ് വെസൽസും സെൻസിറ്റീവായ ഞരമ്പുകളും പ്രത്യേക ഒഡോൺടോബ്ലാസ്റ്റ് സെല്ലുകളും കാണപ്പെടുന്നത്. സിമന്റം എന്നറിയപ്പെടുന്ന കാൽസ്യം അടങ്ങിയ കണക്റ്റീവ് ടിഷ്യൂ ആണ് നിങ്ങളുടെ പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. നിങ്ങൾ ഭക്ഷണം വിഴുങ്ങുമ്പോൾ നിങ്ങളുടെ നാവ് വായുടെ മുകൾഭാഗമായ പാലറ്റ് ഉപയോഗിച്ച് ഭക്ഷണത്തെ ചെറിയ ഉരുളകളാക്കി മാറ്റുന്നു. ഭക്ഷണം മൂക്കിലേക്ക് പോകാതിരിക്കാൻ യുവ്യൂല എന്ന ചെറിയ ഭാഗം നേസൽ ക്യാവിറ്റിയെ അടയ്ക്കുന്നു. തുടർന്ന് നാവിന്റെ പിൻഭാഗം എപ്പിഗ്ലോട്ടിസ് എന്ന പ്രധാനപ്പെട്ട മൂടിക്ക് മുകളിലൂടെ ഭക്ഷണത്തെ പുറകോട്ട് തള്ളുന്നു. അതേസമയം തന്നെ നിങ്ങളുടെ ശ്വാസനാളം അഥവാ ട്രെക്കിയ മുകളിലേക്ക് ഉയരുന്നു. ഭക്ഷണം ശ്വാസകോശത്തിൽ കടക്കാതിരിക്കാൻ എപ്പിഗ്ലോട്ടിസ് അതിനെ സുരക്ഷിതമായി അടയ്ക്കുന്നു. നിങ്ങളുടെ വായിലെ ഉമിനീരിലുള്ള സലൈവറി അമൈലേസ് എന്ന എൻസൈം അന്നജത്തെ കെമിക്കലായി ദഹിപ്പിക്കാൻ തുടങ്ങുന്നു. ചവച്ചരച്ച ഭക്ഷണം പെരിസ്റ്റാൾസിസ് എന്ന പേശികളുടെ ചലനം വഴി ഈസോഫാഗസ് എന്ന കുഴലിലൂടെ താഴേക്ക് സഞ്ചരിക്കുന്നു. ഭക്ഷണം നിങ്ങളുടെ ആമാശയത്തിൽ അഥവാ സ്റ്റൊമക്കിലെത്തുമ്പോൾ ശക്തമായ പെരിസ്റ്റാൾസിസ് അതിനെ ഒരു സോഫ്റ്റ് പേസ്റ്റാക്കി മാറ്റുന്നു. ആമാശയത്തിലെ സർക്കുലർ മസിൽസ് ശരിയായി ദഹിക്കാൻ വേണ്ടി ഭക്ഷണത്തെ ദീർഘനേരം അവിടെ തന്നെ നിലനിർത്തുന്നു. ആമാശയത്തിനുള്ളിലെ പ്രത്യേക ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ശക്തമായ ഹൈഡ്രോക്ലോറിക് ആസിഡ് അടങ്ങിയ ഗ്യാസ്ട്രിക് ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ആസിഡ് നിങ്ങളുടെ ഭക്ഷണത്തിലെ ദോഷകരമായ അണുക്കളെ നശിപ്പിക്കുകയും ദഹനത്തിന് ആവശ്യമായ pH ലെവൽ ക്രമീകരിക്കുകയും ചെയ്യുന്നു. പ്രോട്ടീൻസിനെ ഭാഗികമായി ദഹിപ്പിക്കാൻ ആമാശയം പെപ്സിൻ എന്ന എൻസൈമും കൊഴുപ്പിനെ ദഹിപ്പിക്കാൻ ലൈപ്പേസും ഉൽപ്പാദിപ്പിക്കുന്നു. ആമാശയത്തിന്റെ ഭിത്തികളെ സ്വന്തം ആസിഡിൽ നിന്ന് സംരക്ഷിക്കാൻ മ്യൂക്കസ് എന്ന കട്ടിയുള്ളൊരു പാളി എപ്പോഴും അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ആമാശയത്തിനു ശേഷം ഭക്ഷണം സ്മോൾ ഇൻഡസ്റ്റൈൻ അഥവാ ചെറുകുടലിൽ പ്രവേശിക്കുന്നു. ഇത് ഏകദേശം 6 മീറ്റർ നീളമുള്ള ചുരുണ്ട പേശിനാളിയാണ്. ചെറുകുടലിന്റെ ആദ്യ ഭാഗത്തെ ഡിയോഡിനം എന്നാണ് വിളിക്കുന്നത്. കരൾ, പാൻക്രിയാസ് എന്നീ 2 പ്രധാന അവയവങ്ങൾ ദഹനത്തെ സഹായിക്കാൻ അവയുടെ ഡൈജസ്റ്റീവ് ജ്യൂസസ് ചെറുകുടലിൽ പ്രവേശിപ്പിക്കുന്നു. നിങ്ങളുടെ കരൾ അഥവാ ലിവർ പച്ച നിറമുള്ള ബൈൽ എന്ന ജ്യൂസ് ഉൽപ്പാദിപ്പിക്കുകയും അത് സുരക്ഷിതമായി ഗാൽ ബ്ലാഡറിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. ബൈലിൽ എൻസൈംസ് ഒന്നുമില്ലെങ്കിലും അത് വലിയ കൊഴുപ്പുകട്ടകളെ ചെറിയ കണികകളാക്കി മാറ്റുകയും ഡിയോഡിനത്തിലെ pH ലെവൽ ക്രമീകരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിൽ ബാക്കിയുള്ള അന്നജത്തെ ദഹിപ്പിക്കാൻ പാൻക്രിയാറ്റിക് അമൈലേസ് എന്ന എൻസൈം അടങ്ങിയിരിക്കുന്നു. പാൻക്രിയാറ്റിക് ജ്യൂസിൽ പ്രോട്ടീൻസിനെ വീണ്ടും ദഹിപ്പിക്കാൻ ട്രിപ്സിനും ഫാറ്റ്സിനെ പൂർണ്ണമായി വിഘടിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റാൻ ലൈപ്പേസും അടങ്ങിയിരിക്കുന്നു. ചെറുകുടൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിൽ കോംപ്ലെക്സ് കാർബോഹൈഡ്രേറ്റ്സിനെ സിമ്പിളായ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കി മാറ്റാൻ കാർബോഹൈഡ്രേസുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രോട്ടീൻസിനെ പൂർണ്ണമായും സിമ്പിൾ അമിനോ ആസിഡുകളാക്കി മാറ്റുന്ന പ്രോട്ടിയേസുകളും ഉൽപ്പാദിപ്പിക്കുന്നു. ചെറുകുടലിനുള്ളിൽ പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ തുടങ്ങിയ മെക്കാനിക്കൽ പ്രക്രിയകൾ ഭക്ഷണത്തെ ഈ ജ്യൂസുകളുമായി നന്നായി മിക്സ് ചെയ്യുന്നു. ചെറുകുടലിന്റെ ഉള്ളിലെ ഭിത്തി മുഴുവനായും വില്ലൈ എന്ന് വിളിക്കുന്ന വിരലുകൾ പോലെയുള്ള ചെറിയ പ്രൊജക്ഷനുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന് വളരെ വേഗത്തിൽ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ വേണ്ടി സർഫസ് ഏരിയ വർദ്ധിപ്പിക്കാനാണ് ഈ വില്ലൈകളുള്ളത്. ഒരു വില്ലസിന്റെ ഉപരിതലം സിംഗിൾ ലെയർ എപ്പിത്തീലിയൽ സെല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ വെച്ചാണ് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നത്. ഓരോ വില്ലസിനുള്ളിലും സിമ്പിൾ ഷുഗർ, അമിനോ ആസിഡ്സ് എന്നിവ വലിച്ചെടുക്കുന്ന ചെറിയ ബ്ലഡ് കാപ്പിലറീസിന്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. വില്ലസിനുള്ളിൽ ലാക്ടീൽ എന്ന് വിളിക്കുന്ന ഒരു ലിംഫ് വെസലിന്റെ പ്രത്യേക ശാഖയുമുണ്ട്. ലാക്ടീൽ ദഹിച്ച ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും ലിംഫാറ്റിക് സിസ്റ്റത്തിലേക്ക് വലിച്ചെടുക്കുന്നു. ഉപയോഗപ്രദമായ എല്ലാ ന്യൂട്രിയൻസും വലിച്ചെടുത്ത ശേഷം ബാക്കിയുള്ള ദഹിക്കാത്ത അവശിഷ്ടങ്ങൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ അഥവാ വൻകുടലിലേക്ക് നീങ്ങുന്നു. വൻകുടലിൽ വെച്ച് അവശേഷിക്കുന്ന വെള്ളവും അത്യാവശ്യ ലവണങ്ങളും ശരീരത്തിലേക്ക് തന്നെ വലിച്ചെടുക്കപ്പെടുന്നു. നിങ്ങളുടെ വൻകുടലിൽ ജീവിക്കുന്ന ഫ്രണ്ട്ലിയായ ബാക്ടീരിയകൾ നിങ്ങൾക്ക് വേണ്ടി വിറ്റാമിൻ കെ, ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ എന്നിവ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. അവസാനമായി ദഹനാവശിഷ്ടങ്ങൾ രക്തത്തിലേക്ക് കൊണ്ടുപോകുകയും ആനസ് വഴി ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു.
ഇനി വലിച്ചെടുത്ത ഈ ന്യൂട്രിയൻസ് നിങ്ങളുടെ ശരീരം മുഴുവൻ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ബ്ലഡിൽ 55% ലിക്വിഡ് പ്ലാസ്മയും 45% ബ്ലഡ് സെല്ലുകളും അടങ്ങിയിരിക്കുന്നു. ലിക്വിഡ് പ്ലാസ്മയിൽ കൂടുതലും വെള്ളവും ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ തുടങ്ങിയ പ്രധാനപ്പെട്ട പ്രോട്ടീൻസുമാണ് അടങ്ങിയിരിക്കുന്നത്. ഈ പ്ലാസ്മയിൽ ഒഴുകി നടക്കുന്ന ബ്ലഡ് സെല്ലുകളിൽ റെഡ് ബ്ലഡ് സെല്ലുകൾ, വൈറ്റ് ബ്ലഡ് സെല്ലുകൾ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു. ചെറിയ കാപ്പിലറീസിലൂടെ ബ്ലഡ് ഒഴുകുമ്പോൾ ഫ്ലൂയിഡിന്റെ ഒരു ഭാഗം ചെറിയ സുഷിരങ്ങളിലൂടെ നിങ്ങളുടെ കോശങ്ങൾക്കിടയിലുള്ള സ്പേസിലേക്ക് ഊർന്നിറങ്ങുന്നു. പുറത്തേക്ക് വന്ന ഈ ഫ്ലൂയിഡിനെ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നു. ഇവിടെ വെച്ചാണ് നിങ്ങളുടെ കോശങ്ങൾക്കും ബ്ലഡിനുമിടയിലുള്ള വസ്തുക്കളുടെ കൈമാറ്റം നടക്കുന്നത്. ഈ ടിഷ്യൂ ഫ്ലൂയിഡിന്റെ ഒരു ഭാഗം പ്രത്യേക ലിംഫ് കാപ്പിലറീസിലേക്ക് പ്രവേശിക്കുകയും ലിംഫ് എന്ന ഫ്ലൂയിഡായി മാറുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രതിരോധശേഷിക്ക് ലിംഫാറ്റിക് സിസ്റ്റം വളരെ പ്രധാനമാണ്. ഇതിൽ ലിംഫ് വെസലുകൾ, ലിംഫ് നോഡുകൾ, പ്ലീഹ, മജ്ജ, തൈവസ് ഗ്രന്ഥി എന്നിവ ഉൾപ്പെടുന്നു. ബ്ലഡ് പ്രധാനമായും ആർട്ടറികൾ, വെയിനുകൾ, കാപ്പിലറീസ് എന്നിങ്ങനെ 3 തരം ബ്ലഡ് വെസലുകളിലൂടെയാണ് ഒഴുകുന്നത്. ആർട്ടറികൾ ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അതിനാൽ അവയ്ക്ക് ഉയർന്ന മർദ്ദവും വേഗവും താങ്ങാൻ കട്ടിയുള്ളതും ഇലാസ്റ്റികമായതുമായ ഭിത്തികളുണ്ട്. വെയിനുകൾ ബ്ലഡ് ഹൃദയത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. അതിനാൽ അവയ്ക്ക് കനം കുറഞ്ഞ ഭിത്തികളും കുറഞ്ഞ മർദ്ദവും ബ്ലഡ് പിറകോട്ടൊഴുകാതിരിക്കാൻ പ്രത്യേക വാൽവുകളുമുണ്ട്. ആർട്ടറികളെയും വെയിനുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയ കുഴലുകളാണ് കാപ്പിലറീസ്. ചെറിയ സുഷിരങ്ങളുള്ള ഒരു ലെയർ സെല്ലുകൾ കൊണ്ടാണ് അവയുടെ ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണയായി വെയിനുകൾ നേരെ ഹൃദയത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ പോർട്ടൽ വെയിൻസ് എന്ന് വിളിക്കുന്ന ചില പ്രത്യേക വെയിനുകൾ ഒരവയവത്തിൽ നിന്ന് മറ്റൊരവയവത്തിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നു. ഉദാഹരണത്തിന്, ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ നിങ്ങളുടെ ചെറുകുടലിൽ നിന്ന് വലിച്ചെടുത്ത എല്ലാ പുതിയ ന്യൂട്രിയൻസിനെയും മറ്റെങ്ങും പോകുന്നതിനു മുൻപ് നേരിട്ട് നിങ്ങളുടെ കരളിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ബ്ലഡ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങളുടെ ശരീരത്തിന് ഒരു ശക്തമായ പമ്പ് ആവശ്യമാണ്. അതാണ് നിങ്ങളുടെ അത്ഭുതകരമായ ഹൃദയം. നിങ്ങളുടെ നെഞ്ചിന്റെ അറയിൽ അല്പം ഇടത്തേക്ക് ചരിഞ്ഞ് സ്ഥിതി ചെയ്യുന്ന പേശികളാൽ നിർമ്മിച്ച ഒരു അവയവമാണ് ഹൃദയം. പെരികാർഡിയം എന്ന് വിളിക്കുന്ന ശക്തമായ ഡബിൾ ലെയർ മെംബ്രെയിൻ ഇതിനെ സുരക്ഷിതമായി സംരക്ഷിക്കുന്നു. ഈ 2 ലെയറുകൾക്കിടയിൽ പെരികാർഡിയൽ ഫ്ലൂയിഡുണ്ട്. ഇതൊരു ഷോക്ക് അബ്സോർബറായി പ്രവർത്തിക്കുകയും നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നതെല്ലാം ഘർഷണം കുറയ്ക്കുകയും ചെയ്യുന്നു. മനുഷ്യഹൃദയം കൃത്യമായി 4 അറകളായി തിരിച്ചിരിക്കുന്നു. അതിൽ റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്നിവ ഉൾപ്പെടുന്നു. ഏട്രിയൽ സിസ്റ്റോൾ എന്ന ഘട്ടത്തിൽ മുകളിലത്തെ 2 അറകളായ ഏട്രിയ ചുരുങ്ങുമ്പോൾ ബ്ലഡ് താഴെയുള്ള വെൻട്രിക്കിളുകളിലേക്ക് തള്ളപ്പെടുന്നു. വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന ഘട്ടത്തിൽ താഴെയുള്ള 2 അറകളായ വെൻട്രിക്കിളുകൾ ചുരുങ്ങുമ്പോൾ ബ്ലഡ് ഹൃദയത്തിൽ നിന്ന് ശക്തമായി പുറത്തേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നുള്ള ബ്ലഡ് പൾമനറി ആർട്ടറി വഴി പുതിയ ഓക്സിജൻ എടുക്കാൻ ശ്വാസകോശത്തിലേക്ക് പോകുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നുള്ള ബ്ലഡ് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ന്യൂട്രിയൻസും ഓക്സിജനും എത്തിക്കാൻ അയോർട്ട എന്ന വലിയ ആർട്ടറിയിലൂടെ ശക്തമായി പമ്പ് ചെയ്യപ്പെടുന്നു. ചുരുങ്ങിയ ശേഷം വീണ്ടും ബ്ലഡ് നിറയാൻ വേണ്ടി 4 അറകളും ഒരേ സമയം റിലാക്സ് ചെയ്യുന്നു. ഈ വിശ്രമിക്കുന്ന ഘട്ടത്തെ ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് വിളിക്കുന്നു. തുടർച്ചയായ ഈ സൈക്ലിക് പ്രക്രിയയ്ക്ക് ഏകദേശം 0.8 സെക്കൻഡ് എടുക്കുന്നു. ഇതാണ് ഒരു പൂർണ്ണമായ ഹാർട്ട് ബീറ്റ്. നിങ്ങളുടെ ഹൃദയമിടിപ്പിന്റെ കൃത്യമായ താളം നിയന്ത്രിക്കുന്നത് റൈറ്റ് ഏട്രിയത്തിൽ സ്ഥിതി ചെയ്യുന്ന SA നോഡ് എന്ന നാച്ചുറൽ ഇലക്ട്രിക്കൽ പേസ്മേക്കറാണ്. ഇലക്ട്രോകാർഡിയോഗ്രാം അല്ലെങ്കിൽ ECG എന്ന ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉപയോഗിച്ച് ഡോക്ടർമാർക്ക് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആരോഗ്യം പരിശോധിക്കാം. നിങ്ങളുടെ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആർട്ടറികളിലേക്ക് ശക്തമായി ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ അതൊരു ഇലാസ്റ്റിക വികാസം ഉണ്ടാക്കുന്നു. അത് നിങ്ങളുടെ കൈത്തണ്ടയിൽ നിങ്ങൾക്ക് പൾസായി അനുഭവിക്കാം. ഹൃദയം ചുരുങ്ങുമ്പോൾ നിങ്ങളുടെ ആർട്ടറികൾക്കുള്ളിലുണ്ടാകുന്ന മർദ്ദത്തെ സിസ്റ്റോളിക് പ്രഷർ എന്നാണ് വിളിക്കുന്നത്. ഇത് സാധാരണയായി 120 മില്ലിമീറ്റർ മെർക്കുറിയാണ്. ഹൃദയം റിലാക്സ് ചെയ്യുന്ന സമയത്തുള്ള മർദ്ദത്തെ ഡയസ്റ്റോളിക് പ്രഷർ എന്നും വിളിക്കുന്നു. ഇത് സാധാരണയായി 80 മില്ലിമീറ്റർ മെർക്കുറിയായി കുറയുന്നു. പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾക്ക് 120/80 എന്ന നോർമൽ ബ്ലഡ് പ്രഷർ റീഡിംഗ് ഉണ്ടായിരിക്കും. മനുഷ്യഹൃദയത്തിലൂടെ ബ്ലഡ് കൃത്യമായി 2 തവണ കടന്നുപോകുന്നതുകൊണ്ട് ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ നമ്മളിതിനെ ഡബിൾ സർക്കുലേഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നു. ഹൃദയത്തിൽ നിന്ന് ശ്വാസകോശത്തിലേക്കും തിരിച്ചുമുള്ള ആദ്യത്തെ ലൂപ്പിനെ പൾമനറി സർക്കുലേഷൻ എന്നും ഹൃദയത്തിൽ നിന്ന് ശരീരത്തിലേക്കും തിരിച്ചുമുള്ള രണ്ടാമത്തെ ലൂപ്പിനെ സിസ്റ്റമിക് സർക്കുലേഷൻ എന്നും വിളിക്കുന്നു.
ഈ പ്രധാനപ്പെട്ട സിസ്റ്റം നിലനിർത്താൻ പുകവലി, ആൽക്കഹോൾ തുടങ്ങിയ ചീത്ത ശീലങ്ങൾ ഒഴിവാക്കി നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കണം. അമിതമായി ഫാറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ ആർട്ടറികളുടെ ഭിത്തികളിൽ ഫാറ്റ് അടിഞ്ഞുകൂടുന്നതുകൊണ്ട് അത് വളരെ അപകടകരമാണ്. ഇങ്ങനെ ഫാറ്റ് അടിഞ്ഞുകൂടുന്ന ഈ അപകടകരമായ അവസ്ഥയാണ് അഥീറോസ്ക്ലീറോസിസ്. ഇത് കാരണം ഹൃദയത്തിലെ കൊറോണറി ആർട്ടറിയിൽ ബ്ലഡ് കട്ടപിടിച്ചാൽ അതിനെ കൊറോണറി ത്രോംബോസിസ് എന്ന് വിളിക്കുന്നു. ഇത് ഹാർട്ട് അറ്റാക്കിന് കാരണമാകാം. നമ്മുടെ തലച്ചോറിനുള്ളിലെ ഏതെങ്കിലും ബ്ലഡ് വെസൽ ബ്ലോക്ക് ആവുകയോ പൊട്ടുകയോ ചെയ്താൽ സ്ട്രോക്ക് എന്ന ഗുരുതരമായ അവസ്ഥയുണ്ടാകുന്നു. മനുഷ്യർക്ക് ട്രാൻസ്പോർട്ട് സിസ്റ്റങ്ങൾ ആവശ്യമുള്ളതുപോലെ സസ്യങ്ങൾക്കും മികച്ച സംവിധാനങ്ങളുണ്ട്. വേരുകളിൽ നിന്ന് വെള്ളവും ലയിച്ചു ചേർന്ന മിനറൽസും മുകളിലേക്ക് കൊണ്ടുപോകാൻ സസ്യങ്ങൾ സൈലം എന്ന പ്രത്യേക കുഴൽ പോലെയുള്ള ടിഷ്യൂ ഉപയോഗിക്കുന്നു. സൈലം പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് ട്രാക്കിഡ്സ് വസൽസ് എന്ന് വിളിക്കുന്ന ജീവനില്ലാത്ത കോശങ്ങൾ കൊണ്ടാണ്. ഒരു വലിയ മരത്തിന്റെ മുകളിലേക്ക് വെള്ളം വലിച്ചെടുക്കാൻ സസ്യങ്ങൾ ട്രാൻസ്പിറേഷൻ എന്ന പ്രക്രിയയിലൂടെ ഇലകളിൽ നിന്ന് വാട്ടർ വേപ്പർ പുറത്തുവരുന്നു. ഇങ്ങനെ വെള്ളം നഷ്ടപ്പെടുന്നത് ഒരു ശക്തമായ വലിവുണ്ടാക്കുന്നു. ഇതിനെ വാട്ടർ മോളിക്യൂൾസിന്റെ കൊഹിഷൻ, അഡ്ഹീഷൻ എന്നിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഫോഴ്സുകൾ സഹായിക്കുന്നു. സസ്യങ്ങൾ അവയുടെ ഇലകളിലുണ്ടാക്കുന്ന മധുരമായ ഗ്ലൂക്കോസ് ഫ്ലോയം എന്ന മറ്റൊരു ടിഷ്യൂ ഉപയോഗിച്ചാണ് കൊണ്ടുപോകുന്നത്. ഭക്ഷണം സുരക്ഷിതമായി മാറ്റാൻ ഫ്ലോയത്തിൽ ജീവനുള്ള സീവ് ട്യൂബുകളും സഹായിക്കുന്ന കമ്പാനിയൻ സെല്ലുകളുമുണ്ട്. സസ്യം ആക്റ്റീവായി ഗ്ലൂക്കോസിനെ സൂക്രോസാക്കി മാറ്റുകയും അതിനെ സീവ് ട്യൂബുകളിലേക്ക് തള്ളുകയും ചെയ്യുന്നു. ഇത് ഷുഗറിന്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നു. അത് അടുത്തുള്ള സൈലത്തിൽ നിന്ന് വെള്ളം വലിച്ചെടുത്ത് സസ്യത്തിന് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഭക്ഷണം എത്തിക്കാനുള്ള ഉയർന്ന ടർഗർ പ്രഷർ ഉണ്ടാക്കുന്നു. മനുഷ്യരിലെ ദഹനവും സസ്യങ്ങളിലെ ട്രാൻസ്പോർട്ടും മനസ്സിലാക്കുന്നതിലൂടെ ജീവികളിലെ സിസ്റ്റങ്ങൾ എത്രമാത്രം കോംപ്ലക്സ് ആണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കാം. ടോപ്പ് ട്യൂഷന്റെ ഈ വീഡിയോ കണ്ടതിന് നന്ദി. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Top Tuition, online for Kerala, offline for Palakkad. Join us today.